ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പുണ്ടാകും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിയെത്തിക്കും. ചോദ്യം ചെയ്യലുമായി പ്രതി തീരെ സഹകരിക്കുന്നില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ചേർത്തലയിൽ നിന്ന് ഷബീദ് റാവുത്ത് തത്സമയം. ഷബീദ്, വിശദാംശങ്ങൾ. നിലവിൽ ഇപ്പോൾ ജൈനമ്മ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ഈ സെബാസ്റ്റ്യൻ ഉള്ളത്. ഇന്നലെ നമുക്കറിയാം പള്ളിപ്പുറത്തെ ഈ വീട്ടിലെത്തി പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തി, കുഴിയെടുത്തടക്കം പരിശോധന നടത്തി. എന്നാൽ ഒരു വലിയ കാര്യമായ പോസിറ്റീവ് റിസൾട്ട് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് അസ്ഥി കഷ്ണങ്ങൾ, അതേപോലെ തന്നെ ഒരു ഹാൻഡ് ബാഗ്, കൂടാതെ ചില രക്തക്കറകളുടെ വിവരങ്ങൾ, അത് മാത്രമാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ 3 പേരുടെ പട്ടിക ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ, ഐഷ, അതേപോലെ തന്നെ ജൈനമ്മ, ഈ 3 പേരുടെയും ആണെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനാ ഫലം വരണം. അതൊരു പക്ഷേ നാളെയോ മറ്റന്നാളോ ആയിരിക്കും DNA പരിശോധനാ ഫലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അതേസമയം നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുകയോ അതല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ പങ്കുവെക്കുകയോ ചെയ്തിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ഈ ജൈനമ്മയെ തനിക്ക് പരിചയമുണ്ട്, ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. സ്വാഭാവികമായും പോലീസിന്റെ ആവർത്തിച്ചിട്ടുള്ള പരിശോധനയിൽ അങ്ങനെ വ്യക്തമാക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു ശാസ്ത്രീയ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു മാനസികരോഗ വിദഗ്ധന്റെ അടക്കം സാന്നിധ്യത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നത് പോലീസ് ആലോചിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം റിവ്യൂ യോഗം കോട്ടയത്ത് ചേരും. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് മേധാവിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഇന്നത്തെ തുടർ നീക്കം ചർച്ച ചെയ്യുക. നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഇന്ന് ഈ ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം മാത്രം മേലുകാവ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, അതായത് ജൈനമ്മയുടെ ഫോൺ അവസാനമായി ഓൺ ആയിട്ടുള്ള ആ ടവർ പരിധിയിൽ അത് വരുന്ന സ്ഥലത്ത് ഒരു റിക്കവറി എന്ന രീതിയിൽ, ആ പോക്കോ ഫോൺ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറി എന്ന രീതിയിൽ തെളിവെടുപ്പിന് പോലീസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതടക്കം സ്ഥിരീകരിച്ച് എന്താണ് ഇനി പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്നറിയണമെങ്കിൽ ഈ റിവ്യൂ യോഗം കഴിയണം. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് അവർക്ക് അതുമായി ബന്ധപ്പെട്ട പെർമിഷനുകൾ ലഭിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഷബീദ് റാവുത്തറാണ് ചേർത്തലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ സെബാസ്റ്റ്യൻ ഒരു സൈക്കോപാത്ത് ആണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സീരിയൽ കില്ലിംഗ് ആണ് നടന്നെന്ന് ആരോപണമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.